ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പ്രോബ്ലംസ് ഓഫ് ഏജിലെ സെക്കൻഡ് ക്വസ്റ്റ്യനുമായിട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത്, ദ 3 years ago the age of mother was 7 times that her son. Now the age of the mother is 5 times. What is the present age of the mother? അതായത് ക്വസ്റ്റ്യൻ പറയുന്നത് 3 വർഷം മുമ്പേ എന്ന് പറയുന്നത് മദറിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് മകൻ്റെ വയസ്സിനേക്കാൾ 7 ടൈംസ് ആയിരുന്നു പറയുന്നത്. നൗ ദി ഏജ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് മദറിൻ്റെ വയസ്സെന്ന് പറയുന്നത് 5 ടൈംസ് ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മദറിൻ്റെ വയസ്സ്, ഇപ്പോഴത്തെ മദറിൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ മകൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ അതേപോലെ തന്നെ മകൻ്റെ വയസ്സ് കാണണം, എന്നിട്ടാണ് മദറിൻ്റെ വയസ്സ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. അപ്പോൾ സൺ ഈക്വൽ ടു എത്ര വർഷം എന്നാണ് പറയുന്നത്, 3 years 3 വർഷം മുന്നേ എന്ന് പറയുന്നത്. അപ്പോൾ 3 ഇൻറ്റു എത്ര ടൈംസ് ആണ്, 7 ടൈംസ് -1 ഡിവൈഡഡ് ബൈ 2 ടൈംസുള്ള ഏതൊക്കെയാണ് വരുന്നത്, 7 - 5. ഇത് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് മകൻ്റെ വയസ്സ് കിട്ടുന്നതാണ്. അപ്പം 3 ഇൻറ്റു 7 1 കുറച്ചാൽ 6 ഡിവൈഡഡ് ബൈ 7 5 കുറച്ചാൽ 2 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 6 18 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ നമുക്ക് മകൻ്റെ വയസ്സ് കിട്ടി, സണ്ണ് 9 ആണെന്ന് പറയുന്നത്. ഇനി ഇപ്പോഴത്തെ മദറിൻ്റെ വയസ്സ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ മദർ ഈസ് ഈക്വൽ ടു നമുക്ക് മകൻ്റെ വയസ്സ് 9 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 9 ഇൻറ്റു എത്ര ടൈംസ് അധികമെന്ന് പറയുന്നത് നമ്മുടെ വയസ്സ് 5. അപ്പോൾ 9 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 9 5 45. അപ്പോൾ നമുക്ക് മദറിൻ്റെ വയസ്സ് കിട്ടി. അത് സിമ്പിളാണ്. അപ്പോൾ പറയുന്നത് മദറിൻ്റെ വയസ്സ് കാണാനാണ്. അപ്പോൾ ആദ്യം മകൻ്റെ വയസ്സ് കാണുക, അതിൽ കൂടെ 5 ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മദറിൻ്റെ വയസ്സ് കിട്ടും. വെരി ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. നമുക്കിതിൽ എക്സ് വൈ ഒന്നും ചെയ്തെടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഈ മെത്തേഡിലൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി പറയാം. സണ്ണിൻ്റെ ഏജാണ് ആദ്യം കാണേണ്ടത്. 3 ഇൻറ്റു 3 വർഷം ഇൻറ്റു 7 - 1 എത്ര ടൈംസ് വ്യത്യാസം എന്ന് പറയുന്നത് 7 ടൈംസ് -1 1 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഡിവൈഡ് ബൈ 7 - 5 2 ടൈംസുകൾ നമ്മൾ ഡിഫറൻറ്റ്. അത് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9 ആൻസർ കിട്ടും. എന്നിട്ട് പിന്നെ മദറിൻ്റെ വയസ്സ് കാണാം. 9 ഇൻറ്റു 5 9 എന്ന് പറയുന്നത് സണ്ണിൻ്റെ വയസ്സ്, ഇൻറ്റു 5 എന്ന് പറയുന്നത് 5 ടൈംസ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 45 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.